21ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഏനുളുടെ പേര് സ്ക്രീനിൽ കണ്ട് ഞെട്ടി നിൽക്കുന്ന ആദേശിനെയാണ് കാണിക്കുന്നത്. അവൻ കുറച്ചു മുന്നേ കാണിച്ച ഡോക്യുമെന്റും പിടിച്ച് വിഷമിച്ച് നിൽക്കാണ് മർജാനും. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് നീ എന്റെ എത്ര കാലത്തെ സ്വപ്നം നശിപ്പിച്ചെന്നറിയോ എന്ന് പറഞ്ഞ ആ ഡോക്യുമെന്റ് അവന്റെ നേരെ വലിച്ചെറിഞ്ഞ് വിളിച്ചു വരുത്തിയ ഗസ്റ്റിന് മുന്നിൽ ഒന്നും പറയാൻ നിൽക്കാതെ തല കുനിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്തോ ഒരു തകരാർ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ നസീർ ഇന്ന് തൽക്കാലം അവനെ കൊല്ലണ്ടായെന്ന് വിചാരിച്ച് ഗണ്ണ് മാറ്റി. ഓഹോ, അപ്പൊ നീ ഇതും കുളവാക്കിയല്ലേ? സാരമില്ല, നീ ഒരു നല്ല കാര്യം തന്നെ ചെയ്തത്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മർജാൻ നിന്നെ വെറുക്കും. സംഭവിച്ചത് എന്താണെന്ന് പോലും അറിയാതെ വന്ന ഗസ്റ്റുകളെല്ലാം അതിലേ നോക്കിയിരിക്കുകയാണ്. ഈ സമയം ഹോസ്പിറ്റലിന്റെ പേര് കണ്ട് ഞെട്ടി ആദേശ് നേരെ അവളുടെ അടുത്തേക്ക് തന്നെ വന്നു. നീ എന്തിനാ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പേരിട്ടത്? നീ എന്തിനെ കളിയാക്കുക? ആ പ്രൊജക്ട് എന്റെ സ്വപ്നമായിരുന്നു, അത് മുഴുവൻ കുളവാക്കിയിട്ട് നീ ഇപ്പൊ വന്ന് അതിന്റെ പേരിന്റെ കാര്യം ചോദിക്കുകയാണോ? ഇതിനെന്റെ കുട്ടിക്കാലമായിട്ട് ബന്ധമുണ്ട്. ഇൻഫാക്ട് ഞാൻ ഈ പ്രൊഫഷൻ പോലും തിരഞ്ഞെടുത്തത് ഇതിനു വേണ്ടിയിട്ടാ. അവൾ ചെറുപ്പകാലം എന്ന് പറഞ്ഞത് കേട്ട് ആദേശ് വീണ്ടും കൺഫ്യൂസ് ആവുന്നു. എല്ലാം നശിപ്പിച്ചപ്പോ നിനക്കിപ്പോ സന്തോഷായോന്ന്? ഞാനിത് ചെയ്യുന്നതിന് മുന്നേ നിന്നെ വാൺ ചെയ്തതാണ്. പക്ഷെ അത് കേൾക്കാതെ നീയല്ല നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. എന്തിനാ നീ എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നേ? നിനക്ക് എന്താ എന്നീന്ന് വേണ്ടത്? ഞാൻ എന്ത് ചെയ്തു നിന്നെ എന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. അവളുടെ ഈ വിഷമം കണ്ട് അവന് സങ്കടം തോന്നുന്നുണ്ടെങ്കിലും പിന്നെ അവൻ ആ റൂമിൽ നിൽക്കുന്നില്ല. എനിക്ക് പോലും അറിയില്ല ശരിക്കും എനിക്ക് എന്താ വേണ്ടതെന്ന്. അവൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്റ്റഡി റൂമിലേക്ക് ചെന്ന് കുറച്ചു മുന്നേ അവൾ പറഞ്ഞ കാര്യങ്ങളോട്ട് ഫ്രസ്ട്രേറ്റഡ് ആകാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തിനാ അവൾ എന്റെ അനിയത്തിയുടെ പേരിട്ടത്? ആ പേരൊന്നിപ്പോ ഇട്ടോന്ന് കരുതി എന്താ? അത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ അത്. ഇവരാരും എന്റെ അനിയത്തിയെ പറ്റി ചിന്തിക്കണ്ട. ഇത് കണ്ട് ഞാനും ആദ്യം സർപ്രൈസ് ആയിപ്പോയി. പക്ഷെ നീ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലേ? ദേ ഇപ്പൊ ആ പ്രൊജക്ട് ക്യാൻസലായി. പിന്നെന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്താ, നീ എന്നെ നോക്കണ്ട. ഇതിന്റെ ഉത്തരം എന്റെ കയ്യിലല്ല, നിന്റെ കയ്യിൽ തന്നെയാണ്. എന്തു പറ്റി എനിക്ക്? എന്തിനാ ഞാൻ ഇത്രയും ദേഷ്യം അവളോട് കാണിക്കുന്നത്? എന്റെ പകയതിന് അവളോടല്ലല്ലോ. ഉറക്കം എല്ലാം പോയി ഈ സമയം മർജാൻ കട്ടിലിൽ തന്നെ കുറെ നേരം ഇരിക്കുകയാണ്. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ആദേശാണെന്ന് മനസ്സിലാക്കി അവൾ ഉറങ്ങിയ പോലെ കിടക്കുന്നു. ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ലാതിരുന്നതുകൊണ്ട് അവനും ഫ്രഷ് ആവാനും നിൽക്കുന്നില്ല. അവൻ ഉറങ്ങി കാണുമെന്ന് വിചാരിച്ച് മർജാൻ പതിയെ റൂമിൽ നിന്ന് ഇറങ്ങി. ഈ പാതിരാത്രിയിൽ ഇവളിതെങ്ങോട്ടായെന്നോർത്ത് ആദിഷ് സ്വാഭാവികമായി അവളുടെ പുറകെ പോയി. അവൾ ഈ സമയം ആ ഗാർഡനിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ഓർത്ത് അവൾ വീണ്ടും വിഷമിക്കുകയാണ്. പിറ്റേ ദിവസം ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന ആദേശ് കാണുന്നത് എങ്ങോട്ടാ പോകാൻ ഒരുങ്ങി കെട്ടി നിൽക്കുന്ന മർജാനെയാണ്. ആ, നീ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഓഫീസിലേക്ക് പോവാം. എനിക്ക് വർക്കുണ്ട്. എന്ത് വർക്ക്? പ്രൊജക്ടിന്റെ ലോഞ്ച് നടന്നില്ലല്ലോ. ഇപ്പോഴത്തേക്ക് നടന്നില്ല. ഇന്നലെ നീ കുളവാക്കിയ ആ വർക്ക് ഞാൻ പൈസ പ്രതീക്ഷിച്ച് ചെയ്തതല്ല. അതെനിക്ക് അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മാത്രം എന്താ അതിന് പ്രത്യേകത? നിന്നോട് ഇതിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ എനിക്കതറിയണം. ഇത് കേട്ട് ആദേശ് മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ കാര്യം പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാനായി നസീറിന്റെ കോൾ അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ കോളാണെന്ന് അറിയുമ്പോൾ ആദേശിന്റെ പതിവ് എക്സ്പ്രഷന് മാറ്റമൊന്നുമില്ല. സഹി കേട്ടവൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു മേടിച്ച് ഓഫ് ചെയ്തു. വെറുതെ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നീ അവനുമായി ഒരു വർക്കും ചെയ്യില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? ഈ ഒരു കാര്യത്തിൽ വാശി പിടിച്ച നീ തോറ്റു പോവുള്ളൂ. എനിക്ക് ഈ വർക്ക് ഏതായാലും കംപ്ലീറ്റ് ചെയ്യണം. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ അങ്ങ് ചെയ്യും. നിന്നെ എതിർത്ത് നിൽക്കാനുള്ള ഗട്ട്സ് ഒക്കെ എനിക്ക് എന്നേ ആയി കഴിഞ്ഞു. മനസാക്ഷി എന്ന് പറയുന്ന സാധനം വഴിയെ പോലും പോയിട്ടില്ലാത്ത നിന്നെ പോലെ ഒരുത്തനോട് ഹെൽപ്പ് ചോദിച്ച് എന്നെ പറഞ്ഞാൽ മതി. ശരി, അവസാനം നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഞാൻ ഇനി ഓഫീസിൽ പോകുന്നില്ല. പക്ഷെ എന്റെ വർക്ക് ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യും. ഓരോ തവണ അവളുടെ വായിന്ന് അവനെപ്പറ്റി മോശമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവനത് നന്നായി കൊള്ളുന്നുണ്ട്. SRനോട് ഈ പ്രൊജക്ടിന് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അവൾ നേരെ ഡൈനിങ് ടേബിളിന് അടുത്തേക്ക് പോയി. ഇപ്പൊ ഒരു പ്രൊജക്ടിന് എന്തോ ഒരു ലൈസൻസ് ഇഷ്യൂ ഉണ്ട്. നസീർ ഇപ്പോൾ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ഹൈദറിനോട് ഹെൽപ്പ് ചോദിക്കുന്നു. ഇവിടെ എല്ലാവർക്കും ടീ ഒഴിച്ചു കൊടുക്കാതെ നീ ആദ്യം കയറിയിരുന്നോ? ദേ പിന്നെ നിന്നെ ഇത് എന്നും ഓർപ്പിക്കണം ആദേശിന് തന്നെ ആദ്യം ചായ ഒഴിച്ചു കൊടുക്കണമെന്ന്.
ഈ സമയം അസ്ലിയും ഇന്നലെ പാളിപ്പോയ ലോഞ്ചിന്റെ കാര്യം പറഞ്ഞ് അവളെ കളിയാക്കുന്നുണ്ട്. പക്ഷെ മർജാൻ അത് ഒട്ടും വകവയ്ക്കുന്നില്ല. ഇതിനെ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ചാണ് അവൾ. അവളുടെ മറുപടി കേട്ട് ഇവളിത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന എക്സ്പ്രഷനിൽ ആദേശ് അവളെ നോക്കുന്നു. പ്രൊജക്റ്റ് ഒക്കെ കൊള്ളാം, പക്ഷെ നീ എന്താ മുറാത്തിന്റെ പേരിടാതെ വേറെ ഏതൊരു പേരിട്ടത്? ഈ പ്രൊജക്ടിന്റെ ഐഡിയ ആദ്യം മനസ്സിലേക്ക് വന്നപ്പോഴേ എന്റെ മൈൻഡിൽ തോന്നിയത് ഈ പേരാണ്. പിന്നെ അത് മാറ്റാൻ തോന്നിയില്ല. എന്നാലും ആരാ ഏനുൾ? എനിക്കാരും ഓർമ്മ വരുന്നില്ല. ഇത് കേട്ട് പെട്ടെന്ന് ആദേശിന്റെ മുഖം മാറി. ഹൈദർ, ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഈ പേരിൽ അറിയാമോ? ഞാൻ എങ്ങനെ അറിയാനാ? അല്ല, എന്തിനാ ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നേ? പേരിപ്പൊ ഏനുള്ളാണെങ്കിലും മുറാത്താണെങ്കിലും നമ്മൾ ലാഭം നോക്കിയേ പോരെ. വീണ്ടും വീണ്ടും ഏനുളിന്റെ പേര് ഹൈദറിന്റെ വായിന്ന് കേൾക്കുമ്പോ ദേഷ്യത്തിൽ ആദേശ് കയ്യിൽ വെച്ച് തന്നെ ആ ഗ്ലാസ് ഞെക്കി പൊട്ടിക്കുകയാണ്. സെഹ്റ, ഈ ടേബിൾ ക്ലിയർ ചെയ്തേക്ക്. എന്റെ മകൻ കഴിക്കാതെ ഇവിടെ ഇനി ആരും കഴിക്കണ്ട. ആദേശ്, നീ വെറുതെ വാശി പിടിക്കാതെ, അത് ഇൻഫെക്ഷൻ ആവും. ഇങ്ങി കാണിക്കും, ഞാൻ മരുന്നിട്ട് തരാം. അതിന് മാത്രമുള്ളതൊന്നും ഇല്ല. ഇതിനെല്ലാം കാരണം ആ ഹൈദറാ. ഏനുളിനെ ഓർക്കുന്നില്ല പോലും. രണ്ടും ഒരേപോലെയാ, കണ്ണിച്ചോരയില്ലാത്ത വർഗം. ആ പെണ്ണ് മർജാന്റെ വിചാരം അവളങ്ങ് ഹോസ്പിറ്റലിന്റെ പേര് ഏനുളിൽ നിട്ട ആ ചെറിയ കുട്ടിയോട് ചെയ്ത തെറ്റെല്ലാം അങ്ങ് മാഞ്ഞു പോകുന്ന. അസ്ലി, നിർത്ത്. നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നടത്താം. എന്തിന്? ഞാനല്ലല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് കേട്ട് ദേഷ്യപ്പെട്ട ആദേശ് അവിടെ നിന്ന് ചാടി എണീറ്റു. പിന്നെ അസ്ലി മുസൈനെ അവിടെ നിൽക്കുന്നില്ല. നെസിറ ടെൻഡർ ഉറപ്പായിട്ടും കുളവാക്കും. ജമാൽ ഓരോ കമ്പനിയിലെ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആദേശ് അവിടെ എങ്ങും ഇല്ല. നോക്ക്, നീ വിഷമിക്കാതിരിക്കെ. ആ പ്രൊജക്റ്റിലൂടെ ഏനുളുടെ പേര് എന്നും നിലനിൽക്കും. ആദ്യം ഞാൻ കുറച്ച് ഇംപ്രസ്ഡ് ആയിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇതൊക്കെ കൊണ്ട് എന്ത് കാര്യം? നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ഹൈദറിനെ നശിപ്പിക്കുക എന്നതാണ്. അതേപോലെ എന്റെ അനിയത്തിയുടെ പേരിലുള്ള പ്രൊജക്റ്റിൽ ആ നെസറിനെ തൊടിയിക്കാനും ഞാൻ സമ്മതിക്കില്ല. അവൻ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റും അവൾക്ക് ആവശ്യമില്ല. ഇത് ചെയ്തേ മതിയാവൂ എന്നാണെങ്കിൽ ഞാൻ തന്നെ ഇത് ചെയ്യും. നീ എന്തിനാ നെസറിനെ ഇതിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നേ? കാരണം അവനാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് പ്രൊജക്റ്റിൽ നീ അവനെ അടുപ്പിക്കാത്തത്. വേറെ ഒരു കാരണമില്ല. പിന്നല്ലാതെന്താ? അങ്ങനെ ആദേശിന്റെ കയ്യിൽ നിന്ന് ജമാൽ അടി മേടിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അത് മുടക്കിക്കൊണ്ട് മർജാൻ അങ്ങോട്ട് തള്ളി തുറന്ന് കയറി വന്നു. പിന്നെ ജമാൽ അവിടെ നിൽക്കുന്നില്ല. എനിക്കൊരു റൂം വേണം. എന്തിന്? പിന്നെ ഞാൻ മുറ്റത്തിരുന്ന് വർക്ക് ചെയ്യണോ? ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നാ വർക്ക് ചെയ്യുന്നത്. നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. അയ്യോ, അത് മാത്രം വേണ്ട. ഞാൻ വേറെ ഏതെങ്കിലും ഒരു സമാധാനമായിട്ടുള്ള മൂല കണ്ടുപിടിച്ചോളാം. അത് പറഞ്ഞ് തിരിയുമ്പോഴാണ് അവൾ ആദേശിന്റെ കൈ ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോഴും ചോര എഴുതുന്നുണ്ടായിരുന്നു. അവളത് ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കിയ ആദേശ് വേഗം അത് മറച്ചു പിടിച്ചു. അത് കണ്ടവൾ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ സമയം ചീച്ചക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് മലക്കറിയൊക്കെ മേടിച്ച് സമാധാനമായിട്ട് റോഡിന്റെ ഒരു മൂലയിലൂടെ അങ്ങ് നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു നല്ല കുട്ടി വന്ന് ചീച്ചക്കിനെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ അവളുടെ തൊട്ടു പുറകെ കൊണ്ട് വണ്ടി നിർത്തുന്നത്. നീ ആയിരുന്നോ? ഇപ്പൊ പേടിച്ചെന്റെ ജീവൻ പോയാനെ. നീ ഇത്ര പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വണ്ടി ഇടിക്കാൻ വന്നതല്ലേ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അവരുടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം ഇനി ഒട്ടും വൈകാതെ തന്നെ ബിന്നാസിനോട് തുറന്നു പറയാൻ തീരുമാനിക്കുകയാണ്. ഈ സമയം ആദേശ് സ്വന്തമായി കുത്തിയിരുന്ന് അവന്റെ കയ്യിൽ നിന്ന് കുപ്പിച്ചെല്ലുകൾ പെറുക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ദേ വരുന്ന വീണ്ടും മർജാൻ. പക്ഷെ നേരത്തെ കണ്ട പോലെ അല്ല. കയ്യിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഉണ്ട്. നീ എന്തേ ചെയ്യുന്നേ? നിനക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നേ? നിന്നെ പോലെ ഒരാളുടെ വേദന കണ്ടിട്ട് കാണാതെ പോവാൻ ഞാൻ നിന്നെ പോലെ കണ്ണിച്ചോര ഇല്ലാത്ത ഒരാളല്ല. അവൾ വേഗം ശ്രദ്ധയോടെ അവന്റെ മുറിവെല്ലാം ക്ലീൻ ചെയ്തു. ഈ സീൻ കണ്ടുകൊണ്ടാണ് ജമാൽ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്നോർത്ത് അവൻ അവിടെ നിന്ന് പോന്നു. ആഹാ, നമുക്ക് രണ്ടുപേർക്കും ലെഫ്റ്റ് ഹാൻഡിലാണല്ലോ മുറിവ്. നിന്റെ ഈ ബ്രേസ്ലെറ്റ് കൊള്ളാട്ടോ. എന്തേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഇത് കാണാൻ കൊള്ളാവുന്നോണ്ട്. നീ ഇനി ആ പ്രൊജക്റ്റിൽ എന്ത് ചെയ്യാൻ പോവാ? ആ പ്രൊജക്റ്റ് മൊത്തം കുളം തോട്ടിയിട്ട് നീ എന്താ കളിക്കുക? എനിക്കിത് ചെയ്യണമെന്നുണ്ട്. അവനത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും നെസറിന്റെ കോൾ ഇടയ്ക്ക് കയറി വന്നു. പതിവിന് വിപരീതമായി അവൾ ആ കോൾ കട്ട് ചെയ്തു. പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. പിന്നെയും പഴയ പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഞാൻ പറയുന്നാല് കേട്ടാ നിന്റെ ലൈസൻസിന്റെ പ്രശ്നവും തീരും, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നവും തീരും. നമുക്കൊന്നിച്ച് വർക്കും ചെയ്യാം. എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ പഠിച്ചിട്ട് ഇത് മുഴുവൻ നശിപ്പിക്കില്ല എന്ന് ആര് കണ്ടു? ഇത് നിനക്കുള്ള ലാസ്റ്റ് ചാൻസാ. എനിക്ക് നിന്റെ ഒരു ഓഫറും വേണ്ട. ഇതിനൊരു സൊല്യൂഷൻ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം.
ഈ സമയം ഹൈദർ അവന്റെ പിടിപാട് ഉപയോഗിച്ച് ലൈസൻസിന്റെ പ്രശ്നം പരിഹരിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഓപ്പോസിറ്റ് ആദേശ് ആയതുകൊണ്ട് ആരും അതിൽ തൊടുന്നില്ല. ഇതെല്ലാം കണ്ട് മർജാനും അപ്പുറത്ത് നിരാശയോടെ നോക്കി നിൽപ്പുണ്ട്. ഇനി ഈ പ്രൊജക്റ്റിൽ ഇവർക്ക് ആർക്കും തന്നെ സഹായിക്കാൻ കഴിയില്ല എന്നവൾ തിരിച്ചറിയാണ്. അടുത്ത സീനിൽ ബിന്നാസിന്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കാൻ ചീച്ചക്കും മാലിക്കും വരുന്നു. ആദ്യം തന്നെ മാലിക് അവനെപ്പറ്റി 2 വാക്ക് സ്വയം പൊക്കിക്കൊണ്ട് തന്നെ തുടങ്ങി. പക്ഷെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ബറാത്ത് ഓടിക്കതച്ച് കയറി വന്നു. ഇവന്റെ തള്ളി കേട്ടപ്പോഴേ എനിക്കറിയായിരുന്നു, ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ ബറാത്ത് ഇപ്പൊ ഈ കിടന്ന് കിതയ്ക്കാനുള്ള കാരണം മാൻഷലിന്ന് ഇവനോടിക്കുന്ന വണ്ടി എങ്ങാണ്ട് കൊണ്ട് ഇവൻ ഇടിപ്പിച്ചു. അടുത്ത സീനിൽ ജമാൽ ഹാളിലേക്ക് വരുമ്പോ കമ്പനിയിൽ നിന്ന് വരുന്ന വഴി കുറച്ച് കടയിൽ കയറി നിറങ്ങി. അവിടുന്ന് കുറെ സാധനങ്ങൾ വാരിപ്പറക്കി വന്നിരിക്കുന്ന മുസൈനത്തിനെയും അസ്ലിയെയും കണ്ടു. ജമാൽ ചുമ്മാ കുശലം ചോദിക്കാൻ ചെന്നപ്പോ മുസൈന ഇങ്ങോട്ട് കമ്പനിയിലുള്ള മർജാനെയും നെസറിനെയും പറ്റിയുള്ള ഗോസിപ്പ് ഇങ്ങോട്ട് പറഞ്ഞു. ഈ സബ്ജക്റ്റിനോട് താല്പര്യമില്ലാതെ ജമാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാണ്. അമ്മ നോക്കിക്കോ, ഇങ്ങനെ പോയാൽ ഇവൻ ഉടനെ ആ പെണ്ണിനെ കയറി ഏട്ടത്തിന്ന് വിളിക്കും. അസ്ലിയുടെ ഈ ഡയലോഗ് കേട്ട് ജമാലിന് നല്ല ദേഷ്യം വരുന്നു. സമാധാനം കിട്ടുന്ന സ്ഥലം തിരക്കി തിരക്കി അവസാനം മർജാൻ ലിവിംഗ് ഏരിയയിൽ തന്നെ വന്നിരുന്നു. നിക്ക് നീ കിടന്ന് അലറരുത്. ആ പ്രൊജക്റ്റ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ റെപ്യൂട്ടേഷനെ കൂടെ ബാധിക്കും. ഇതിനിറങ്ങുന്നതിന് മുന്നേ ഞാൻ നിന്നെ വാൺ ചെയ്തതല്ലേ, അതുകൊണ്ട് എനിക്കിതിൽ ഉത്തരവാദിത്തമൊന്നുമില്ല. അടുത്ത ഒരു വേൾഡ് വാർ ഉണ്ടാവണ്ടെന്ന് കരുതി മർജാൻ നേരെ അവരുടെ ഇടയിൽ കയറി നിന്നു. നെസർ തന്റെ സ്പീച്ച് കഴിഞ്ഞ് മർജാന്റെ നേരെ തിരിഞ്ഞപ്പോൾ ആദേശ് അവളെ അവന്റെ അടുത്തേക്ക് നീക്കി നിർത്തി. മർജാനോടൊന്നും മിണ്ടാൻ പോലും പറ്റാതെ ആദേശിന്റെ അപ്പനപ്പന്മാരെ എല്ലാം ഒന്നിച്ച് സ്മരിച്ച് നെസർ അവിടെ നിന്ന് പോയി. എനിക്ക് ഈ പ്രൊജക്റ്റ് വേണം. നിനക്ക് നാളെ വരെ സമയമുണ്ട്. നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സ് മാറുന്നതിന് മുന്നേ നീ ഇതിനെ സമ്മതിക്കും. ഏതായാലും ആ പോയ വധൂരുമായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആദേശ് അവിടെ നിന്ന് പോകുമ്പോൾ അവസാന പിടിവള്ളിയായിരുന്ന യസാറിനെ വിളിച്ച് അവർ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം ഒന്നുകൂടി ചോദിച്ചു. പക്ഷെ അവൻ സംസാരിച്ചവരും ഇതുവരെ ഓക്കെ പറഞ്ഞില്ല. അങ്ങനെ തന്റെ അവസാന പ്രതീക്ഷയെ നഷ്ടപ്പെട്ട് ഈ പ്രൊജക്റ്റ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആലോചിച്ച് നിൽക്കുകയാണ് മർജാൻ. ഹൈദറും മർജാനും ഈ പ്രൊജക്റ്റിന്റെ കാര്യം പറഞ്ഞ് കുറെ അടുത്ത് ഓടി. ഒന്നും ഇതൊരു ശരിയായിട്ടില്ല. പക്ഷേ നെസർ ഭ്രാന്ത് പിടിച്ച് നടക്കുക അവളുടെ പുറകെ. അവൻ നടന്നില്ലെങ്കിലേ ഉള്ളൂ. ആ പാവപ്പെട്ടവൻ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന പെണ്ണല്ലേ നീ അടിച്ചു മാറ്റി കല്യാണം കഴിച്ചേ. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ കണ്ട കാര്യം പറഞ്ഞേ ഉള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു തുണി എടുക്കാത്ത സത്യം തന്നെയാണ്. ആ ടോപ്പിക് ഓൾറെഡി കഴിഞ്ഞു. അവളിപ്പോൾ എൻ്റെ വൈഫാണ്. ഇനി ഇതേപ്പറ്റി സംസാരിക്കണ്ട. ഓക്കെ, സംസാരിക്കണ്ട. പക്ഷെ നീ എന്തിനാ ഒരാവശ്യമില്ലാതെ നെസറിന്റെ പുറകെ നടക്കുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദേശിന്റെ 2ാമത്തെ സ്വഭാവമാണ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന മഹാതത്വം മുറുകെ പിടിച്ച് മർജാൻ അവളുടെ കഴുതയുടെ കാര്യം പിടിക്കാൻ മനസ്സോടെ പോവുകയാണ്. എന്റെ പൊന്നാദേശം, നീ നെസറിന്റെ കാര്യം ഒന്ന് മറക്ക്. അവനെ ഒരു ദിവസം നീ ഓർക്കുന്നതിന്റെ അത്രയും അവന്റെ കാമുകി പോലും ഓർക്കില്ല. എനിക്ക് തോന്നുന്നില്ലേ ദേഷ്യത്തിന് പിന്നിൽ പ്രൊജക്റ്റോ പണമോ ആണെന്ന്. അതുകൊണ്ട് നീ എന്തേ പറഞ്ഞു തരുന്നേ? ഇവിടെ എന്താണോ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത് ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നിനക്കിത് കേട്ടിട്ട് വേണമെങ്കിൽ എന്നോട് ദേഷ്യപ്പെടാം. എനിക്ക് തോന്നുന്നു നിനക്കും ഇതിനെപ്പറ്റി അറിയില്ലെന്ന്. എന്തറിയില്ലെന്ന്? നിന്റെ ഈ ഹാർട്ട് ഇപ്പം മറ്റാർക്കും വേണ്ടി ഇടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനർത്ഥം മർജാന് വേണ്ടി നീ നെസറിനോട് ജലസി കാട്ടുകയാണ്. നിനക്ക് നെസറിനുള്ള ദേഷ്യവും അതിൽ നിന്ന് വന്നതാണ്. ജമാൽ പറഞ്ഞ കാര്യങ്ങൾ എക്ക പോലെ അവന്റെ തലയിൽ കിടന്ന് ഓടുമ്പോൾ നേരെ നോക്കി അവൻ ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ മർജാൻ അവിടെ കണ്ട് ടെൻഷനായി നിൽക്കുന്ന ആദേശിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് RJ കുട്ടി.